നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ നടന്ന ക്രൂരമായ ഗാർഹിക പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കുട്ടിയുടെ പിതാവും രണ്ടാനമ്മയും പോലീസ് പിടിയിലായി. ആലപ്പുഴ നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഈ സംഭവം കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നൂറനാട് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പിതാവ് അൻസാറും രണ്ടാനമ്മ ഷെബീനയുമാണ് മണിക്കൂറുകൾ നീണ്ട പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ കണ്ട് സംശയം തോന്നിയ അധ്യാപകരുടെ സമയോചിതമായ ഇടപെടലാണ് ഈ ക്രൂരത ലോകമറിഞ്ഞതിന്റെ പിന്നിൽ. അധ്യാപകരുടെ ഇടപെടൽ നിർണായകമായി. കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തിയ നാലാം ക്ലാസ്സുകാരിയുടെ ശരീരത്തിൽ പലയിടങ്ങളിലായി ചുവന്ന പാടുകളും മർദ്ദനത്തിന്റെ മറ്റ് ലക്ഷണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു കഥയുടെ തുടക്കം. കുട്ടിയെ ക്ലാസ്സിലിരുത്തി വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവൾ ഭയത്തോടും സങ്കടത്തോടും കൂടി പറഞ്ഞ കാര്യങ്ങൾ അധ്യാപകരെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ടാനമ്മയും പിതാവും ചേർന്ന് തന്നെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്ന് ആ കുഞ്ഞ് കണ്ണീരോടുകൂടി വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തൽ കേട്ട അധ്യാപകർ ഉടൻ തന്നെ സ്കൂൾ അധികൃതരെ വിവരമറിയിച്ചു. കുട്ടിയെ സ്കൂൾ കൗൺസിലർക്ക് മുന്നിൽ ഹാജരാക്കി മൊഴിയെടുത്തു. കത്തെഴുതി വേദനകൾ പങ്കുവച്ച കുട്ടി ഈ സംഭവത്തിൽ ഏറെ ഹൃദയഭേദകമായ ഒരു കാര്യം, തൻ്റെ വേദനകളും തൻ്റെ ഭയവും പങ്കുവെച്ചുകൊണ്ട് കുട്ടി ഒരു അധ്യാപകർക്കായി ഒരു കത്ത് എഴുതിയിരിക്കുന്നു എന്നതാണ്. 3 പേജുകളിലായി എഴുതിയ ഈ കത്തിൽ രണ്ടാനമ്മയും ചെറിയ കാര്യങ്ങൾക്ക് പോലും തന്നെ ഉപദ്രവിക്കാറുണ്ടെന്നും പിതാവ് അതിന് കൂട്ടുനിൽക്കുകയാണ് എന്നുകൂടി അതിൽ കുട്ടി വിവരിക്കുന്നുണ്ട്. സ്കൂളിലെത്തിയാൽ പോലും താൻ ഭയത്തിലാണ് കഴിയുന്നതെന്നും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പേടിയാണെന്നും കത്തിൽ എഴുതിയിരിക്കുന്നു. ഈ കത്തിലെ ഓരോ വാക്കും ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയുടെ കടുത്ത വേദനയുടെ നേർചിത്രമായിരുന്നു. ഈ കത്തും കുട്ടിയുടെ മൊഴിയും സംബന്ധിച്ച് അധ്യാപകർ ഉടൻ തന്നെ മാതാപിതാക്കളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആദ്യം ഫോൺ എടുക്കാൻ മടിച്ച ഇവർ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു. കുട്ടിയുടെ വെളിപ്പെടുത്തലുകളുടെയും കത്തിന്റെയും അടിസ്ഥാനത്തിൽ അധ്യാപകർ നൂറനാട് പോലീസിൽ വിവരമറിയിച്ചു. കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോക്സോ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും നൂറനാട് പോലീസ് കേസെടുത്തു. കുട്ടിയുടെ പിതാവും രണ്ടാനമ്മയും ഒളിവിൽ പോയതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇവരെ കണ്ടെത്തുന്നതിനായി വിവിധ പോലീസ് സംഘങ്ങളായി രൂപീകരിച്ച് വിവിധ പ്രദേശങ്ങളിലും ഇവരുടെ ബന്ധുവീടുകളിലും തിരച്ചിൽ നടത്തി. പ്രതികളെ പിടികൂടിയത് മണിക്കൂറുകൾക്കകം. പോലീസ് കേസെടുത്ത വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ സംഭവം വലിയ വാർത്തയായി. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ഒളിവിൽ പോയ പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ കഴിഞ്ഞു. ആലപ്പുഴയിലെ ആദിക്കാട്ട് കുളങ്ങരയിലുള്ള ഇവരുടെ വീട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ ഒളിവിൽ കഴിയുകയായിരുന്നു അൻസാറും ഷെബീനയും. ഇവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവം നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന പീഡനങ്ങളെ കുറിച്ചുള്ള ഗൗരവമായി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പോലും കുട്ടികൾക്ക് സുരക്ഷയില്ല എന്ന അവസ്ഥ വളരെ ദുഃഖകരമാണ്. കുട്ടികൾക്ക് ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങൾ നേരിട്ടാൽ അത് തിരിച്ചറിയാൻ അധ്യാപകരും ഡോക്ടർമാരും സമീപവാസികളും ജാഗ്രത പുലർത്തണം. ഇത്തരം വിഷയങ്ങളിൽ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയും കുട്ടികൾ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുവാൻ സഹായിക്കുകയും വേണം. അധ്യാപകരുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് ഈ 4ാം ക്ലാസ്സുകാരിക്ക് നീതി ലഭിക്കുന്നതിനുള്ള വഴി തുറന്നത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അധ്യാപകർക്കും വലിയൊരു പങ്കുണ്ട്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ കേസിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെങ്കിലും ഈ കുട്ടിക്ക് സംഭവിച്ച മാനസികാഘാതത്തിന് ആര് മറുപടി നൽകും എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ഈ സംഭവം സമൂഹത്തിൽ ഉയർത്തുന്ന ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് പോലും സ്വന്തം കുട്ടികളോട് ഇത്രയും ക്രൂരത കാണിക്കാൻ സാധിക്കുന്നത്? ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് പിന്നിലെ സാമൂഹികമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു കുടുംബം എന്ന സങ്കല്പത്തിൽ എന്താണ് സംഭവിക്കുന്നത്?
ഈ കുട്ടിയെപ്പോലെ നിരവധി കുട്ടികൾ നിശബ്ദമായി ഇത്തരം പീഡനങ്ങൾ നേരിടുന്നുണ്ടാവാം. അവരെ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ തരേണ്ടത് നമ്മളുടെ പൊതുസമൂഹമാണ്. ഈ കുട്ടിക്ക് ആവശ്യമായ വൈദ്യസഹായവും മാനസികാരോഗ്യ പിന്തുണയും നൽകാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും അധികാരികളുടെ ചുമതലയാണ്. ഈ കേസിന്റെ തുടർ നടപടികൾ സമൂഹം ഉറ്റുനോക്കുകയാണ്. ഒരു കുറ്റകൃത്യത്തിന്റെ പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ പിടികൂടി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന പോലീസ് നടപടി അഭിനന്ദനാർഹമാണ്. എന്നാൽ എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായ ഒരു ലോകം സൃഷ്ടിക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമാണ്. ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും സമൂഹം മുക്തമാകുമ്പോൾ ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ടത് അനിവാര്യമാണ്.